ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ ബ്ലോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ ദിവസത്തെ ഫുള്ളും കാര്യങ്ങളും ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ രാവിലെ 6 മണിക്ക് എഴുന്നേറ്റു. രാവിലെ ചായ അടുപ്പത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. അബിക്കുട്ടന് വെക്കേഷൻ തുടങ്ങി, അതുകൊണ്ട് തന്നെ അബിക്കുട്ടൻ നല്ല ഉറക്കത്തിലാണ്. അല്ലെ ഈ സമയമൊക്കെ ഞാൻ കുത്തി എഴുന്നേൽപ്പിക്കും. പിന്നെ ചിത്തൂട്ടിന് നല്ല ഉറക്കത്തിലാണ്, സൈഷേട്ടനും ഉറങ്ങുവാണ്. ഞാൻ രാവിലെ ചായ ഇട്ടിട്ട് ഇനി കാപ്പി വയ്ക്കാനുള്ള പുറപ്പാടിലാണ്. രാവിലെ ഇനി സൈഷേട്ടന് കാപ്പി കൊണ്ടുപോകണം. ഇന്ന് അടുത്താണ് ജോലി, അതുകൊണ്ട് തന്നെ രാവിലെ കാപ്പി മാത്രം കൊണ്ടുപോയാൽ ചില സമയങ്ങളിൽ ദൂരെയായിരിക്കും. അപ്പോൾ രാവിലെ എനിക്ക് ചോറ് കൊടുത്തു വിടേണ്ടി വരും. സൈഷേട്ടന് ടൈലിൻ്റെ പണിയാണ് കേട്ടോ. ചില സമയങ്ങളൊക്കെ അടുത്താണെങ്കിൽ നമുക്ക് ഉച്ചയ്ക്ക് പതുക്കെ ചോറ് വെച്ചാൽ 1 മണിയാകുമ്പോൾ ചോറ് കഴിക്കാൻ വരും. അപ്പോൾ ഇപ്രാവശ്യം അടുത്താണ്, അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ വരും. അപ്പോൾ രാവിലെ ഇനി കാപ്പി എടുത്തു വിടാനായിട്ട് ദോശമാവ് എടുത്തു. കടല അതേ വെള്ളത്തിൽ ഇട്ടിരിക്കുന്ന കടലക്കറിയും ദോശയാണ്. അപ്പോൾ ഞാൻ കടലക്കറി ഇന്ന് ഞാൻ തേങ്ങ വറുത്താണ് വെക്കുന്നത്. തേങ്ങ നല്ലവണ്ണം വറുക്കുവാണ്. കുറേ നാളായി നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ പ്രസവാവധിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം പതുക്കെ വിട്ടിട്ട് തുടങ്ങുന്നതേ ഉള്ളൂ. എന്നിരുന്നാലും കുഞ്ഞ് കിടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് വീഡിയോ എടുക്കാനും പിന്നെ എഡിറ്റ് ചെയ്യാനൊന്നും സമയമൊന്നും കിട്ടാറില്ല. എപ്പോഴും അവൻ്റെ പുറകെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ ഇടാത്തതുകൊണ്ട് നമ്മുടെ യൂട്യൂബിലെ ഗ്രാഫൊക്കെ താഴ്ന്നു വന്ന് വ്യൂസൊക്കെ ഒരുപാട്, മുമ്പേ വ്യൂസ് കുറവായിരുന്നു, ഇപ്പോൾ അതിനേക്കാളും കുറഞ്ഞു. ഇപ്പം നമ്മുടെ പഴയ ആൾക്കാരൊക്കെ മറന്നു തുടങ്ങിയെന്ന് തോന്നുന്നു, അറിയത്തില്ല. വീഡിയോ ഇടുന്നത് ഞാൻ വല്ലപ്പോഴൊക്കെ ഇടുന്നുള്ളൂ. ഇപ്പോൾ കൺസിസ്റ്റൻസ് ആയിട്ട് വീഡിയോ ഇടാനൊന്നും പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ ഇനി മുതൽ നല്ലവണ്ണം വീഡിയോ ഇടാനാണ് ശ്രമിക്കാം. പക്ഷേ എൻ്റെ മോനെ കാരണം അവന് ഭയങ്കര വികൃതിയാണ്. ആളെ കൂടെ എപ്പോഴും നടക്കണം. അങ്ങനെ ഞാൻ മോന് പാൽ കൊടുത്തതിന് ശേഷം ഇനി കാപ്പി കഴിക്കാൻ പോവാണ്. സൈഷേട്ടൻ കാപ്പി കഴിച്ചിട്ട് കാപ്പിയും കൊണ്ട് ജോലിക്ക് പോയി. ഞാൻ അബിക്കുട്ടൻ ആദ്യം കൊടുത്തതിന് ശേഷം ഞാൻ കാപ്പി കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി ഉച്ചയ്ക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. ഉച്ചയ്ക്ക് 1 മണിയാകുമ്പോൾ സൈഷേട്ടൻ കഴിക്കാൻ വരും. അങ്ങനെ കാപ്പി കുടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഒരാൾ തലയിട്ട് നോക്കുവാണ്. അങ്ങനെ അയാൾക്കും കുറച്ച് ദോശ വെച്ച് കൊടുത്തു. മോനെയും കൊണ്ടൊക്കെ പാടാണ് കേട്ടോ എപ്പോഴും വീഡിയോ പിടിക്കാനും എഡിറ്റ് ചെയ്യാനൊക്കെ. പക്ഷേ നമ്മൾ ഇങ്ങനെ ഇടായിരുന്നാൽ നമ്മൾ ചാനലിൽ തന്നെ കട്ടായി പോകുമെന്ന് പേടിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ വല്ലപ്പോഴൊക്കെ വീഡിയോ ഇടാൻ ശ്രമിക്കാം. അത് കഴിഞ്ഞ് പിന്നെ ഉച്ചയ്ക്ക് തോരൻ വയ്ക്കുവാണ് കേട്ടോ, ചീരത്തോരൻ വയ്ക്കുവാണ്. പിന്നെ നമുക്കിന്ന് ചാളമീനാണ് കിട്ടിയിരിക്കുന്നത്. ചീരത്തോരനും പിന്നെ ഇപ്പോൾ അതേ മോരുകറിക്ക് കടുവറുക്കുവാണ്. മോരുകറി അബിക്കുട്ടനാണ് പ്രത്യേകം വെക്കുന്നത്. അവന് എരിവുള്ള കറി ഇത് ഇഷ്ടമല്ല, അതുകൊണ്ട് മോരുകറിയോ പരിപ്പ് കറിയൊക്കെ അബിക്കുട്ടന് വെക്കാറുണ്ട്. അങ്ങനെ ഉച്ചയ്ക്കുള്ള എല്ലാം റെഡിയായി. ഇനി സൈഷേട്ടൻ 1 മണിയാകുമ്പം കഴിക്കാൻ വരും. അപ്പോഴത്തേക്കും അനിയനും അണ്ണനും ഭയങ്കര കളിയിലാണ്. ജിത്തോട്ട് ഭയങ്കര കള്ളനാണ് കേട്ടോ. കളിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഇടയിൽ എന്നെ കാണുകയാണെങ്കിൽ ഉടനെ അങ്ങ് കള്ള കരച്ചിട്ട് കരയും. പിന്നെ എടുക്കണം. പിന്നെ നമ്മൾ മീൻകറി നല്ലവണ്ണം പറ്റിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ വീണ്ടും സൈഷേട്ടനും ചോറ് കഴിക്കാൻ വന്നു. ചോറ് കൊടുത്തു. അത് കഴിഞ്ഞ് ജോലിക്ക് പോയി. അബിക്കുട്ടനും ചോറ് കൊടുത്തതിന് ശേഷം 2 മണിക്ക് ശേഷമാണ് ഞാൻ ചോറ് കഴിക്കുന്നത്. ചില സമയങ്ങളിൽ 3 മണിയാവും 4 മണിയാവും. ഇപ്പം കറക്റ്റ് ടൈമൊന്നും ഇല്ല കേട്ടോ ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്നതിന്. അത് കഴിഞ്ഞൊരു 4 മണിയൊക്കെ ആയപ്പോൾ ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് ചായ അടുപ്പത്ത് വെച്ചു. ചായ കഴിക്കാൻ നേരം ആദ്യം സൈഷേട്ടൻ മാറ്റി വയ്ക്കും, വന്നിട്ട് ചൂടായി കൊടുക്കും. ഒരു 5 മണി കഴിഞ്ഞപ്പോൾ സൈഷേട്ടൻ ജോലി കഴിഞ്ഞ് വന്നു. അപ്പോഴത്തേക്കും ചായക്ക് കടിക്ക് ഉള്ളിവടയും ഉണ്ണിയപ്പം മേടിച്ചിട്ടുണ്ടെന്നു കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഒരു ഉണ്ണിയപ്പം എടുത്ത് ഞാൻ കഴിച്ചു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ബിസ്ക്കറ്റും ഉണ്ട് ചായയുടെ കൂടെ. അങ്ങനെ ഞങ്ങളെല്ലാവരും സംസാരിച്ചും പറഞ്ഞ് ചായ കുടിക്കുവാണ്. അത് കഴിഞ്ഞ് ഒരു 6 മണി 6:30 ആവുന്നതിനകം വെച്ച് ഞാൻ വിളക്ക് എത്തിക്കും കേട്ടോ. 6:35 വെച്ചിട്ട് ഞാൻ വിളക്ക് എത്തിക്കും. ഡെയിലി ഞാൻ വിളക്ക് തേക്കാറുണ്ട് കേട്ടോ. പിന്നെ ചൊവ്വയും വെള്ളിയും മാത്രമല്ല വിളക്ക് തേക്കാത്തത്. അന്ന് ചൊവ്വയും വെള്ളിയും മഹാലക്ഷ്മി വീട്ടിൽ വരുന്ന ദിവസമാണെന്ന് വിളക്ക് തേച്ചുവിടുന്നത് ഞാനൊരു മൊബൈലിൽ കണ്ടു. അതുകൊണ്ട് എനിക്കൊരു പേടി വന്ന് ഞാൻ തേക്കാത്തതാണ്. പിന്നെ ചില സമയങ്ങളിൽ അബിക്കുട്ടൻ നിർബന്ധം കരയുമ്പോൾ അപ്പം ഞാൻ സൈഷേൻ്റെ കൊടുത്തിട്ട് വിളക്ക് തേക്കാറുണ്ട്. അപ്പോൾ ഡെയിലി മുടങ്ങാതെ വിളക്ക് വയ്ക്കുക, അത് ഒരു ഐശ്വര്യം തന്നെയാണ് കേട്ടോ. ശേഷം വൈകുന്നേരം ഞങ്ങൾ അമ്പലത്തിൽ പോയി. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളൊരു അമ്പലത്തിൽ ഉത്സവമാണ്. 10 ദിവസത്തെ ഉത്സവമുണ്ട്. ഇത് 9ാം ദിവസമാണ്. എനിക്ക് ഇത്ര ദിവസം പോകാൻ പറ്റില്ല. ഇന്നാണ് എനിക്ക് പോകാനായിട്ട് സമയം കിട്ടിയത്. കാരണം ചിത്തൂട്ടൻ തന്നെയാണ്, അവനെയും കൊണ്ട് പോകാൻ നടക്കത്തില്ല. അങ്ങനെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള അമ്പലമാണ്, ശാസ്താൻ്റെ ക്ഷേത്രമാണ്. അങ്ങനെ അവിടെ പോയി തൊഴുതു, നല്ലവണ്ണം പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് നേരം അവിടെയൊക്കെ ഭജന കേട്ട് ഇങ്ങനെ ഇരുന്നു. പക്ഷേ ഈ 10 ദിവസവും സൈഷേട്ടൻ ഡെയിലി പോകും കേട്ടോ. പോയി തൊഴുതിട്ട് അവിടെ അന്നദാനം ഉണ്ട്, അത് കഴിച്ചിട്ടൊക്കെയാണ് വരുന്നത്. പിന്നെ ജിത്തൂട്ടനെ കൊണ്ട് പോവുകയാണെങ്കിൽ ഭയങ്കര പാടാണ്. ആൾ ഭയങ്കര വികൃതി ആയതുകൊണ്ട് പിന്നെ ഞങ്ങൾ അന്നദാനം കഴിക്കാണ്ട് അന്നദാനം നടയിലേക്ക് പോയി. ചോറ് കഴിക്കായിരിക്കുവാണ്. ബുദ്ധിമുട്ടായിരുന്നു ജിത്തൂട്ടനെ കൊണ്ട് ചോറ് കഴിക്കുക. ഇലയിട്ട് വലിക്കുകയും ഡെസ്ക് പിടിച്ച് കളിക്കുകയൊക്കെ ചെയ്തു. എന്നിരുന്നാലും എങ്ങനെയൊക്കെ ഒരുവിധം ചോറ് കഴിച്ചിട്ട് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ചോറിൻ്റെ കൂടെ പരിപ്പ് കറി ആയിരുന്നു. അതൊന്നും വീഡിയോ പിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.